പ്രിയജനമേ, സ്നേഹത്തിൻ അജഗണമേ, ദൈവത്തിൻ ആലയമേ, ദിവ്യബലിക്കായൊരുങ്ങിയിടാം. യേശുവിൻ പ്രിയജനമേ, സ്നേഹത്തിൻ അജഗണമേ, ദൈവത്തിൻ ആലയമേ, ദിവ്യബലിക്കായൊരുങ്ങിയിടാം. അനുരഞ്ജിതരാകാം, നിർമ്മല മാനസരായിടാം. അനുരഞ്ജിതരാകാം, നിർമ്മല മാനസരായിടാം. ദീപം തെളിഞ്ഞിടും ബലിപീഠത്തിൽ ദൈവമെഴുന്നള്ളുമൽത്താരേ, സ്വർഗീയ വൃന്ദങ്ങളോടൊന്നായി സ്നേഹത്തിൻ കുർബാനയിന്നിതാ. ദീപം തെളിഞ്ഞിടും ബലിപീഠത്തിൽ ദൈവമെഴുന്നള്ളുമൽത്താരേ, സ്വർഗീയ വൃന്ദങ്ങളോടൊന്നായി സ്നേഹത്തിൻ കുർബാനയിന്നിതാ. അനുരഞ്ജിതരാകാം, നിർമ്മല മാനസരായിടാം. അനുരഞ്ജിതരാകാം, നിർമ്മല മാനസരായിടാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഈ വർഷം തിരുനാളേറ്റെടുത്ത് കഴിക്കുന്ന പ്രസേന്തിമാരെ, ഇന്ന് നാം ഏവരും ഇടവകയുടെ മധ്യസ്ഥനായ മിഖേൽ മാലാഖയുടെ തിരുനാളിനോടനുബന്ധിച്ച് ഈ വിശുദ്ധൻ വഴി നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനായി ഈ തിരുനാൾ ദിനത്തിൽ ഒന്നു ചേർന്നിരിക്കുകയാണ്. മിഖായേൽ എന്ന വാക്കിന് ദൈവത്തെ പോലെ ആരുണ്ട് എന്ന അർത്ഥമാണ്, അഥവാ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവനെന്നും. ദൈവത്തെ പോലെ ആരുണ്ട് എന്ന ചോദ്യം ദൈവത്തെ ധിക്കരിച്ച് പ്രവർത്തിച്ച മാലാഖമാർക്കുള്ളൊരു മുന്നറിയിപ്പാണ്. ഇന്ന് സമൂഹത്തിൽ കാണുന്ന എല്ലാ തെറ്റായ പ്രവണതകൾക്കും കാരണം ദൈവമാകാൻ ആഗ്രഹിക്കുന്നവരെ, ദൈവത്തെ പോലെ ആകാൻ ശ്രമിക്കുന്നവരെ, അഹംഭാവത്തിൻ്റെ മൂർത്തിഭാവങ്ങളായി ജീവിക്കുന്നവരെ, ഞാനെന്ന ഭാവത്തിൽ ജീവിക്കുമ്പോൾ എൻ്റെ അടുത്ത് നിൽക്കുന്നവനെ കാണുവാനുള്ള കാഴ്ച എനിക്ക് നഷ്ടപ്പെടുന്നു. എൻ്റെ ഇഷ്ടങ്ങൾ മാത്രം നിറവേറണമെന്നുള്ള ചിന്തയാലെ ജീവിക്കുന്നു. അപരൻ്റെ ഇഷ്ടത്തെയും അപരൻ്റെ ആവശ്യങ്ങളെയും തള്ളിക്കളയുന്ന മനോഭാവത്തിൽ ജീവിക്കുന്നു. വിശുദ്ധ മിഖേൽ മാലാഖ നമുക്ക് നൽകുന്നത് ഈ അഹന്തത വെടിഞ്ഞുകൊണ്ട്
നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ, ദൗത്യങ്ങൾ ദൈവത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നവരായി നാം മാറണമെന്നുള്ളതാണ്. ദൈവത്തിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് അവിടുത്തെ അഗ്നിയാൽ സ്ഫുടം ചെയ്യപ്പെട്ട മിഖായേൽ മാലാഖ നമ്മുടെ സംരക്ഷകനായി നമ്മോടൊപ്പമുണ്ട്. പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന്, തെറ്റായ ജീവിത ശൈലികളിൽ നിന്നൊക്കെ നമുക്ക് മുക്തി പ്രാപിക്കുവാൻ ഈ മാലാഖയുടെ മാധ്യസ്ഥം യാചിക്കാം. വിശുദ്ധിയിൽ, വിശ്വസ്തതയിൽ, സ്നേഹത്തിൽ നിലകൊള്ളുവാൻ വേണ്ട കൃപ നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് ഈ ബലി അർപ്പിച്ചുകൊണ്ട് അവിടുത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സ്നേഹബലി യഥായോഗ്യം അർപ്പിക്കുന്നതിന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള തെറ്റുകളോർത്ത് മനസ്തപിച്ച് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമൈക്കിതാ നന്ദി ചൊല്ലുന്നിവർ താഴ്മയായി. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനെ. സർവ്വേകശക്തനാം ദൈവമേ, ആദരവങ്ങയെ വാഴ്ത്തുന്നു,
പിതാവേ, കാരുണ്യം തോന്നണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനികന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നീടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവും തൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുയേശുവേ. അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു താനേകനാഥനും, അങ്ങു മാത്രം പരമോന്നതൻ, ത്രിത്വൈക ദൈവമഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, അത്ഭുതകരമായ സംവിധാനത്താൽ മാലാഖമാരുടെയും മനുഷ്യരുടെയും ശുശ്രൂഷാധർമ്മങ്ങൾ അങ്ങ് ക്രമപ്പെടുത്തിയല്ലോ. സ്വർഗത്തിൽ അങ്ങേക്ക് നിരന്തരം ശുശ്രൂഷ ചെയ്യുന്നവർ ഭൂമിയിൽ ഞങ്ങളുടെ ജീവൻ സംരക്ഷിക്കുവാനും കാരുണ്യപൂർവം അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടി പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നേക്കുമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്: സഹോദരരെ, കർത്താവിനു വേണ്ടി തടവുകാരനായി തീർന്നിരിക്കുന്ന ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. നിങ്ങൾക്ക് ലഭിച്ച വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കുവിൻ. പൂർണ്ണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ നിങ്ങൾ സ്നേഹപൂർവം അന്യോന്യം സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. സമാധാനത്തിൻ്റെ ബന്ധത്തിൽ ആത്മാവിൻ്റെ ഐക്യം നിലനിർത്താൻ ജാഗരൂകരായിരിക്കുവിൻ. ഒരേ പ്രത്യാശയിൽ നിങ്ങൾ വിളിക്കപ്പെട്ടതുപോലെ ഒരു ശരീരവും ഒരു ആത്മാവുമാണുള്ളത്. ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു ജ്ഞാനസ്നാനവുമേയുള്ളൂ. സകലത്തിലുമുപരിയും സകലത്തിലൂടെയും സകലത്തിലും വർത്തിക്കുന്നവനും നമ്മുടെ എല്ലാം പിതാവുമായ ദൈവം ഒരുവൻ മാത്രം. നമുക്ക് ഓരോരുത്തർക്കും ക്രിസ്തുവിൻ്റെ ദാനത്തിനനുസൃതമായി കൃപ നൽകപ്പെട്ടിരിക്കുന്നു. അവൻ ചിലർക്ക് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകന്മാരും ഇടയന്മാരും പ്രബോധകന്മാരും മറ്റുമാകാൻ വരം നൽകി. ഇത് വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിനും ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും ക്രിസ്തുവിൻ്റെ ശരീരത്തെ പണിതുയർത്തുന്നതിനും വേണ്ടിയാണ്. വിശ്വാസത്തിൻ്റെ ഐക്യത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പൂർണ്ണജ്ഞാനത്തിലും എല്ലാവരും എത്തിച്ചേരുകയും ക്രിസ്തുവിൻ്റെ പരിപൂർണതയുടെ അളവനുസരിച്ച് പക്വതയാർന്ന മനുഷ്യരാവുകയും ചെയ്യുന്നതുവരെ ഇത് തുടരേണ്ടിയിരിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു.
അവയുടെ സ്വരം അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. ആകാശം ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നു. വാനവിധാനം അവിടുത്തെ കരവേലയെ വിളംബരം ചെയ്യുന്നു. പകൽ പകലിനോട് അവിരാമം സംസാരിക്കുന്നു. രാത്രി രാത്രിക്ക് വിജ്ഞാനം പകരുന്നു. അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല. എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. അവയുടെ വാക്കുകൾ ലോകത്തിൻ്റെ അതിർത്തിയോളം എത്തുന്നു. അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് അവിടുത്തെ പാടിപ്പുകഴ്ത്താം. കർത്താവെ, അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരുടെ ഗണം അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായിയുടെ വിശുദ്ധ സുവിശേഷം എന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യാത്രാമധ്യേ മത്തായി എന്നൊരാൾ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് യേശു കണ്ടു. യേശു അവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അവൻ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു. യേശു അവൻ്റെ ഭവനത്തിൽ ഭക്ഷണത്തിനിരുന്നപ്പോൾ അനേകം ചുങ്കക്കാരും പാപികളും വന്ന് അവനോടും ശിഷ്യന്മാരോടും കൂടെ ഭക്ഷണത്തിനിരുന്നു. ഫരിസയർ ഇത് കണ്ട് ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നത് എന്തുകൊണ്ട്? ഇത് കേട്ട് അവൻ പറഞ്ഞു, ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ പോയി പഠിക്കുക. ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ വിളിക്കാനാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഇന്നത്തെ ദിവ്യബലിയുടെ മുഖ്യ കാർമ്മികൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ച, വികാരി പെരിയ ബഹുമാനപ്പെട്ട അംബ്രോസ് അച്ച, ബഹുമാനപ്പെട്ട ടോണി അച്ച, വർഗീസ് അച്ച, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്ന പ്രിയപ്പെട്ട പ്രസുദ്ധേന്തിമാരെ, പ്രിയ സഹോദരീ സഹോദരന്മാരെ, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥനായ, സഭയുടെ സംരക്ഷകനായ വിശുദ്ധ മിഖായേൽ മാലാഖയുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ വളരെ നേരത്തെ തന്നെ ആശംസിക്കുന്നു. വിശുദ്ധ മിഖായേൽ മാലാഖയോടുള്ള സുന്ദരമായ പ്രാർത്ഥന നമ്മൾ പലരും ചൊല്ലുന്നതാണ്.
മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, പോരാട്ട സമയത്ത് അങ്ങ് ഞങ്ങളുടെ തുണയും സഹായവുമായിരിക്കണമേ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന. ഒരു ധ്യാനത്തിൽ പങ്കെടുത്തതിന് ശേഷം എല്ലാ ദിവസവും പ്രഭാതത്തിൽ എണീക്കുമ്പോൾ ഈ പ്രാർത്ഥന മുടങ്ങാതെ ചൊല്ലാറുണ്ട്. കാരണം ഇതാണ്: 1987 മെയ് മാസം 24-ാം തീയതി വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ പാപ്പ വിശുദ്ധ മിഖായേലിന് പ്രതിഷ്ഠിതമായൊരു ദേവാലയത്തിലേക്ക് നടത്തുന്ന യാത്രയിൽ ഇങ്ങനെ പറയുന്നുണ്ട്: വിശുദ്ധ മിഖായേൽ മാലാഖയെ ദൈവം ഏൽപ്പിച്ച ദൗത്യം ഇന്നും മാലാഖ തുടരുകയാണ്. കാരണം പിശാച് ഇന്നും ജീവിക്കുന്നു. അവൻ ഇന്നും പ്രവർത്തന നിരതനാണ്. കാരണം ഇന്ന് ലോകത്തിൽ നടമാടുന്ന എല്ലാ തിന്മകളും ക്ഷുദ്രശക്തികളും അരാജകത്വവും അസ്വസ്ഥതകളും എല്ലാം ഉത്ഭവപാപത്തിൻ്റെ പരിണതഫലം മാത്രമല്ല, മറിച്ച് സാത്താൻ ഇന്നും വ്യാപകമായി ശക്തമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് എന്നാണ് വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ പാപ്പ പറഞ്ഞത്. അതായത് നമ്മൾ ഓരോ ദിവസവും വിശുദ്ധ മിഖായേൽ മാലാഖയുടെ ശക്തമായ മാധ്യസ്ഥ്യം പ്രാർത്ഥിക്കണം എന്നുള്ളൊരു ചിന്ത ഇത് നമുക്ക് നൽകുന്നുണ്ട്. കാരണം സാത്താൻ ഇന്നും പ്രവർത്തന നിരതനാണ്. അവൻ ഇന്നും ജീവിക്കുന്നു. അവൻ ഇന്നും നമ്മളെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു സത്യം നമ്മളൊക്കെ തിരിച്ചറിയേണ്ട ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമാണ്. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് പറയുന്നുണ്ട്, സാത്താന് നമ്മളെ പ്രലോഭിപ്പിക്കുന്നതിൽ ലജ്ജയോ മടിയോ ക്ഷീണമോ ഒട്ടുമില്ല. കാരണം ഇന്ന് നമ്മൾ അവനെ പരാജയപ്പെടുത്താൻ പരിശ്രമിച്ചാൽ അവൻ തോൽവി സമ്മതിക്കാതെ നമ്മുടെ പിന്നാലെ പിന്നെയും കൂടുന്നു. എത്രമാത്രം അവനെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്താൻ ശ്രമിക്കുന്നുവോ അത്രമാത്രം അവൻ പിന്നെ നമ്മുടെ ജീവിതത്തോട് അടുത്തുകൊണ്ടിരിക്കും. നമ്മളെ വിടാതെ നിരന്തരം പിന്തുടരുന്ന, അവസരം നോക്കി നമ്മളെ പ്രലോഭിപ്പിക്കാൻ കാത്തിരിക്കുന്നവനാണ് പിശാച് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെയെങ്കിൽ സാത്താൻ്റെ തിന്മയുടെ ശക്തി ഇന്ന് ലോകത്തിൽ നടമാടുന്നുണ്ടെങ്കിൽ, നമ്മളെയൊക്കെ പിന്തുടരുന്നുണ്ടെങ്കിൽ, തീർച്ചയായും ശക്തനായ ദൈവത്തിൻ്റെ മാലാഖയായ മുഖ്യദൂതനായ വിശുദ്ധ മിഖായേൽ മാലാഖയുടെ മാധ്യസ്ഥ്യം നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ ആവശ്യമുണ്ട്. വിശുദ്ധ ജോൺ മരിയ വിയാനിയെക്കുറിച്ച് നമുക്കറിയാം. ആഗോള സഭയിലെ വൈദികരുടെ മധ്യസ്ഥനാണ് വിശുദ്ധ ജോൺ മരിയ വിയാനി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നാം വായിക്കുന്നൊരു സംഭവമുണ്ട്, അല്ലെങ്കിൽ വിശുദ്ധരുടെ ജീവിതത്തിലൊക്കെ നമ്മൾ പൊതുവായി കാണുന്ന ഒരു ജീവിത അനുഭവമുണ്ട്: ആത്മാവിൻ്റെ ഇരുളടഞ്ഞ രാത്രികൾ. അത് വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ ജീവിതത്തിലും, വിശുദ്ധ അന്തോണീസിൻ്റെ ജീവിതത്തിലും, വിശുദ്ധ ഫൗസ്റ്റീനയുടെ ജീവിതത്തിലും, വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ജീവിതത്തിലും, വിശുദ്ധ പെദ്രോ പിയോയുടെ ജീവിതത്തിൽ, അങ്ങനെ വിശുദ്ധരായ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഒരു അനുഭവമാണ് ഇരുളടഞ്ഞ സാത്താൻ്റെ പ്രലോഭനത്തിൻ്റെ ഇരുളടഞ്ഞ രാത്രികൾ എന്നുള്ളത്. വിശുദ്ധ ജോൺ മരിയ വിയാനി നമുക്കറിയാം, ഫ്രാൻസിലെ ആഴ്സ് എന്ന് പറയുന്ന ഒരു കുഗ്രാമത്തിൽ തിന്മ അത്രമാത്രം മുഴുകിക്കൊണ്ടിരുന്ന, മ്ലേച്ഛതയുടെ കുടീരമായിരുന്ന, എല്ലാ തിന്മകളുടെയും കുടീരമായിരുന്ന ഒരു ഗ്രാമം. ആ ഇടവകയിൽ വികാരിയച്ഛനായി ജോലി ചെയ്തിരുന്ന വിശുദ്ധനായ വൈദികനായിരുന്നു വിശുദ്ധ ജോൺ മരിയ വിയാനി. അദ്ദേഹം ജീവിതത്തിൻ്റെ ഓരോ ദിവസത്തിൻ്റെയും ഏറ്റവും കൂടുതൽ മണിക്കൂറുകൾ ചിലവഴിച്ചിരുന്നത് കുമ്പസാരക്കൂട്ടിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുക്കൽ നൂറുകണക്കിന് ആളുകൾ ഓരോ ദിവസവും കുമ്പസാരിക്കാനായി, പാപമേറ്റു പറയാനായി എത്തിക്കൊണ്ടിരുന്നു. ഇടവകയിൽ നിന്ന് മാത്രമല്ല, ആ നാടിൻ്റെ പല ഇടങ്ങളിൽ നിന്നും, ഫ്രാൻസിൻ്റെ പല ഇടങ്ങളിൽ നിന്നും വൈദികരും മെത്രാന്മാർ പോലും ഈ വൈദികന്റെ അടുക്കൽ പാപസങ്കീർത്തനം നടത്താൻ ഓടിയെത്തിക്കൊണ്ടിരുന്നു. സാത്താൻ അതുകൊണ്ട് തന്നെ, പ്രത്യേകിച്ച് പൈശാചിക ശക്തികളെക്കുറിച്ചുള്ള പഠനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ വൈദികരെ ആക്രമിക്കാനായി പിശാച് പരിശ്രമിക്കുമെന്ന് പറയുന്നുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്, വൈദികർ പിശാചിനെതിരായി കുമ്പസാരക്കൂട്ടിലിരുന്നു കൊണ്ട് വിശ്വാസികളെ ഉത്ബോധിപ്പിക്കുകയും അവർക്ക് പാപമോചനം ദൈവത്തിൽ നിന്ന് വാങ്ങിക്കൊടുക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഏറ്റവും കൂടുതലായി വൈദികരെ പിശാച് അപായപ്പെടുത്താൻ ശ്രമിക്കും എന്ന് പറയാറുണ്ട്.
വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയായിരുന്നു. വിശുദ്ധനായ ഈ വൈദികനെ സാത്താൻ കഠിനമായി പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥകൾ വർദ്ധമാനമായി, അദ്ദേഹത്തിന് ഉറക്കമില്ലാത്ത രാത്രികൾ, ജീവിതത്തിൽ ഒരുപാട് അസ്വസ്ഥത. വളരെ നന്മയോടുകൂടെ ആ ദേവാലയത്തിൽ ജോലി ചെയ്യുമ്പോൾ സാത്താൻ അദ്ദേഹത്തെ പരീക്ഷിക്കുന്നത് ഇങ്ങനെയാണ്: നീ എങ്ങനെയെങ്കിലും ആഴ്സ് എന്ന് പറയുന്ന ഈ ഇടവക വിട്ടുപോകണം. വലിയ പ്രലോഭനത്തിൻ്റെ അനുഭവങ്ങളിലൂടെ ജോൺ മരിയ വിയാനി കടന്നു പോകുന്നുണ്ട്. സാത്താൻ അങ്ങനെ അത്രമാത്രം തീഷ്ണതയോടുകൂടെ ജോൺ മരിയ വിയാനിയെ പരീക്ഷിക്കുന്നു. അങ്ങനെ ജോൺ മരിയ വിയാനി അദ്ദേഹത്തിൻ്റെ മെത്രാന്റെ അടുക്കൽ പറയുന്നു, ഞാനിനി ഇടവകയിൽ നിൽക്കുന്നില്ല, ഒരു ഏകാന്ത ജീവിതം കഴിക്കാനായി ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു അപേക്ഷ സമർപ്പിക്കുകയാണ്. ഒരു ദിവസം അദ്ദേഹം ഉറങ്ങാൻ കിടക്കുന്നു. ഏകദേശം 2 മണി രാത്രിയായി കഴിയുമ്പോൾ അദ്ദേഹം അറിയാതെ ഈ ഇടവകയിൽ നിന്ന് പോകണമെന്നാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പിശാച് കൊടുത്തിട്ടുള്ള ആഗ്രഹം. അദ്ദേഹം അറിയാത്ത മട്ടിൽ തന്നെ ഇടവകയിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ പള്ളിമേടയിൽ നിന്ന് ഇറങ്ങി രാത്രി 2 മണിക്ക് യാത്രയാവുകയാണ്. ഇതിങ്ങനെ ഒരുപാട് സഞ്ചരിച്ച് അവസാനം അദ്ദേഹം എത്തി നിൽക്കുന്നത് ഒരു കുരിശിൻ്റെ ചുവട്ടിലാണ്. അദ്ദേഹം കുരിശിൻ്റെ ചുവട്ടിൽ എത്തി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ബോധോദയമുണ്ടായി. ദൈവം അദ്ദേഹത്തിലേക്ക് ഒരു വിശ്വാസത്തിൻ്റെ നന്മയുടെ ഒരു സ്ഫുരണം കൊടുത്തു. അദ്ദേഹം തന്നോട് തന്നെ ചോദിക്കുന്നുണ്ട്, ഞാനിപ്പോൾ ചെയ്യുന്നത് ദൈവത്തിൻ്റെ ഹിതം തന്നെയാണോ? അദ്ദേഹത്തിൻ്റെ മനസ്സിനെ അത് വല്ലാതെ ഉലയ്ക്കുന്നു. അദ്ദേഹം തിരിച്ചറിയുന്നത് ദൈവത്തിൻ്റെ ഹിതമല്ല. അദ്ദേഹം തിരികെ പള്ളിമേടയിലേക്ക് നടക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആ ദൗത്യം അദ്ദേഹം തുടരുന്നു. കുമ്പസാരക്കൂട്ടിൽ വീട് കുമ്പസാരക്കൂടാക്കി മാറ്റിക്കൊണ്ട്, അല്ലെങ്കിൽ കുമ്പസാരക്കൂട് വീടാക്കി മാറ്റിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ദൗത്യം തുടരുകയാണ്. പിന്നീട് ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ പള്ളിമേടയ്ക്ക് മുൻപിൽ 2 കുതിരകളെ പൂട്ടിയ ഒരു രഥം വന്നു നിൽക്കുകയാണ്. എന്നിട്ട് അതിൽ നിന്ന് വളരെ നല്ല വാക്കുകൾ പറയാൻ കഴിയുന്ന ഉത്തമനായ ഒരു മനുഷ്യൻ ഇറങ്ങി ജോൺ മരിയ വിയാനിയോട് പറയുന്നുണ്ട്, അച്ഛന് ആസ് എന്ന് പറയുന്ന ഇടവകയിൽ നിന്ന് പോകണമെന്ന് ആഗ്രഹമില്ലേ? അച്ഛൻ ഈ കുതിരവണ്ടിയിലേക്ക് കയറുക, ഞാൻ അച്ഛൻ ആഗ്രഹിക്കുന്ന ഇടത്തേക്ക് എത്തിക്കാമെന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് അദ്ദേഹം കാലുവെക്കാൻ പോകുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിനൊരു ചിന്തയുണ്ടായി. അദ്ദേഹം ഈ മനുഷ്യനോട് പറയുന്നുണ്ട്, എനിക്ക് മെത്രാൻ്റെ അനുവാദമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പിന്നെയും മേടയിലേക്ക് കയറിപ്പോവുകയാണ്. ഇത് വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ ജീവിതത്തിൽ അദ്ദേഹം തന്നെ പങ്കുവയ്ക്കുന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇത്രയും പറഞ്ഞത് ഇത്രയും വിശുദ്ധനായ ജീവിതത്തിൻ്റെ മണിക്കൂറുകൾ കുമ്പസാരക്കൂട്ടി ചിലവഴിച്ച, മറ്റുള്ള സമയം മുഴുവൻ പ്രാർത്ഥനയിൽ ചിലവഴിച്ച ഇത്രയും വിശുദ്ധനായ ആഗോള സഭയിലെ തന്നെ എല്ലാ വൈദികരുടെയും മധ്യസ്ഥനായ ജോൺ മരിയ വിയാനിയെ ഇത്രമാത്രം പിശാച് പീഡിപ്പിക്കുകയും പരീക്ഷിക്കുകയും ചെയ്തുവെങ്കിൽ എന്നെയും നിങ്ങളെയും ഒക്കെ എത്രമാത്രം പിശാച് പരീക്ഷിക്കും എന്ന് തിരിച്ചറിയാൻ എനിക്കും നിങ്ങൾക്കുമൊക്കെ സാധിക്കണം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 2851 സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുന്നിടത്ത് പറയുന്നുണ്ട്, സാത്താൻ എന്ന് പറയുന്നത് ഒരു അമൂർത്തമായ ഒരു ആശയമല്ല, മറിച്ച് സാത്താൻ എന്ന് പറയുന്നത് ഒരു വ്യക്തി തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ മതബോധന ഗ്രന്ഥത്തിൻ്റെ 394 ഖണ്ഡികയിൽ പറയുന്നുണ്ട്, ദൈവപുത്രൻ ഭൂമിയിലേക്ക് വന്നത് പിശാചിൻ്റെ പ്രവർത്തനങ്ങളെ നശിപ്പിക്കാനാണ്. എന്നിട്ട് പറയുന്നുണ്ട്, പിശാചിന് ഏറ്റവും പ്രിയപ്പെട്ട പ്രവൃത്തി എന്ന് പറയുന്നത് ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് മനുഷ്യനെ കൊണ്ട് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ ദൈവഹിതത്തിന് അരുതാത്തത് മനുഷ്യനെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് പിശാചിൻ്റെ ഏറ്റവും വലിയ ദൗത്യമായി അവൻ ലോകത്തിൽ തുടരുന്നത് എന്ന് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, ഇന്നും സാത്താൻ്റെ ക്ഷുദ്രപ്രവർത്തനങ്ങൾ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലുണ്ട്. അത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. പ്രത്യേകിച്ച് ഗർഭഛിദ്രം, ദയാവധം, കൊലപാതകം, മറ്റും മ്ലേച്ഛകരമായ പാപങ്ങളൊക്കെ പെരുകുന്നു. ഒരുപക്ഷെ ഈ അടുത്ത കാലത്ത് ചില സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വന്ന സന്ദേശങ്ങളൊക്കെ കൂട്ടി വായിക്കേണ്ടതാണ്. സഭയുടെ ഉള്ളിലേക്കും ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കാത്ത ഇടങ്ങളിലേക്ക് വരെ പിശാചിൻ്റെ പ്രവർത്തനങ്ങൾ നീളുന്നു എന്നുള്ളത് നമ്മൾ തീർച്ചയായും
ചിന്തിക്കേണ്ട, വിചിന്തനം ചെയ്യേണ്ട, തിരുത്തേണ്ട ചില സാഹചര്യങ്ങളാണ് എന്നുള്ളത് ഒരിക്കലും മറന്നു പോകരുത്. ജോൺ പോൾ രണ്ടാമൻ പാപ്പ പറയുന്നുണ്ട്, നിങ്ങൾ പിശാചിൻ്റെ അസ്തിത്വത്തിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സുവിശേഷങ്ങളിൽ തന്നെ വിശ്വസിക്കുന്നില്ല. അതായത് പിശാച് ഇല്ല എന്ന് ഞാനോ നിങ്ങളോ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നത് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയാണ്. അതായത് പിശാച് ഇപ്പോഴും ജീവിക്കുന്നു. ഫ്രാൻസിസ് പാപ്പ പറയും, ഞാനും നിങ്ങളുമൊക്കെ നിരന്തരമായ ഒരു യുദ്ധത്തിലാണ്, പിശാചിനെതിരെയുള്ള ഒരു യുദ്ധത്തിൽ. ഈ യുദ്ധത്തിൽ എങ്ങനെ പിശാചിനെ ജയിക്കണം എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടത് സുവിശേഷത്തിൽ നിന്നാണ് എന്ന് ഫ്രാൻസിസ് പാപ്പ പറയും. നമ്മൾ പിശാചിനെ ജയിക്കേണ്ടത്, പഠിക്കേണ്ടത് സുവിശേഷങ്ങളിൽ നിന്നാണ്. എങ്ങനെ സുവിശേഷത്തിൽ ഓരോരുത്തരും പിശാചിനെ അതിജീവിച്ച് മുന്നോട്ട് പോയി എന്നുള്ളത് പഠിച്ച് അത് ജീവിതത്തിൽ പകർത്തുകയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത ലക്ഷ്യമായി മാറേണ്ടത്. വിശുദ്ധ അന്തോണീസിന്റെ ജീവിതത്തിലും സാത്താൻ അദ്ദേഹത്തെ പരീക്ഷിക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം, അന്നത്തെ കാലഘട്ടത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തനായ വചനപ്രഘോഷകനായിരുന്നു പാതുവായിലെ വിശുദ്ധ അന്തോണീസ്. അദ്ദേഹത്തെ പിശാച് പരീക്ഷിക്കുന്നത് ഇങ്ങനെയാണ്: നീ ഈ പ്രസംഗിക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയല്ല, മറിച്ച് നിന്നെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ ഉയർത്തി കാണിക്കാനാണ്. ആളുകൾ കൂടുന്നിടത്തൊക്കെ നീ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നു. നീ എന്തിനു വേണ്ടി? ദൈവത്തെ പ്രീതിപ്പെടുത്താനല്ല, ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കാനല്ല, മറിച്ച് നീ ഈ സഭയിലെ തന്നെ ഏറ്റവും വലിയ പ്രസംഗകനാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് നീ പ്രസംഗിക്കുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, അദ്ദേഹത്തെ അസ്വസ്ഥരാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയപ്പോൾ ഇനി പ്രസംഗിക്കണമോ എന്നുള്ള ചിന്തയൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന അവസരം. അപ്പോൾ വളരെ കഠിനമായ പ്രലോഭനത്തിൻ്റെയും പീഡനങ്ങളുടെയും വഴികളിലൂടെ പാതുവായിലെ വിശുദ്ധ അന്തോണീസ് കടന്നു പോകുന്നുണ്ട്. അവസാനം ഈ വലിയ പീഡനങ്ങളുടെയും പിശാചിൻ്റെ പ്രലോഭനങ്ങളുടെയും നടുവിൽ അദ്ദേഹം പിശാചിനോട് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ, ഞാൻ ഈ പ്രസംഗങ്ങൾ നടത്തുന്നത്, നിന്റെ വചനം ഞാൻ പ്രഘോഷിക്കുന്നത് എൻ്റെ മഹത്വത്തിന് വേണ്ടിയാണെങ്കിൽ എൻ്റെ അധരങ്ങൾ ഇന്നു മുതൽ ചലിക്കാതിരിക്കട്ടെ. ഞാൻ എൻ്റെ മഹത്വത്തിന് വേണ്ടിയാണിത് ചെയ്യുന്നതെങ്കിൽ എൻ്റെ അധരങ്ങൾ ഇന്നു മുതൽ ചലിക്കാതിരിക്കട്ടെ. ഞാൻ പ്രഘോഷിക്കുന്നത് നിന്റെ മഹത്വമല്ല എങ്കിൽ എൻ്റെ അവയവങ്ങളെല്ലാം നിശ്ചലമായി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന വിശുദ്ധ അന്തോണീസ്. ആ സമയത്ത് പിശാച് അദ്ദേഹത്തെ വിട്ടുപോയി എന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രകാരൻ എഴുതി വയ്ക്കുന്നത്. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ജീവിതം, കാരണം നമുക്കറിയാം ദൈവകരുണയുടെ ഭക്തിയുമായി ബന്ധപ്പെട്ട് ഇന്ന് ഒരുപാട് പേർ ഏറ്റവും അറിയുന്ന ഒരു വിശുദ്ധിയാണ് വിശുദ്ധ ഫൗസ്റ്റീന. ഫൗസ്റ്റീനയ്ക്ക് ദൈവം ഒരു വെളിപാട് നൽകുന്നു. എന്നിട്ട് നമുക്കറിയാം ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പുകൾ നാം വായിച്ചിട്ടുണ്ട്. ഓരോ ദിവസവും ദൈവം നൽകുന്ന വെളിപാടുകളെ അക്കമിട്ട് അക്ഷരമിട്ട് എഴുതി വയ്ക്കുകയായിരുന്നു വിശുദ്ധ ഫൗസ്റ്റീന. ഫൗസ്റ്റീനയോട് പ്രലോഭകൻ പറയുന്നത് ഇപ്രകാരമാണ്: നീ എന്തിനാണ് ഇത് എഴുതി വയ്ക്കുന്നത്? നീ എന്തിനാണ് ഇത് എഴുതി വയ്ക്കുന്നത്? നീ ഇതൊന്നും എഴുതി വെക്കേണ്ട. കാരണം നിന്റെ ലക്ഷ്യം എന്താണ്? നീ ഇത് എഴുതി വെച്ച് പാപികളെ മാനസാന്തരത്തിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ദൈവം അങ്ങനെ നമ്മുടെ പാപങ്ങളൊക്കെ ക്ഷമിക്കും എന്ന് നീ ഒരിക്കലും വിചാരിക്കരുത്. ദൈവം അങ്ങനെ ഒരിക്കലും പാപികളായ മനുഷ്യരുടെ പാപങ്ങൾ ക്ഷമിക്കുകയില്ല. നീ ഒരു പാപം ചെയ്തുവെങ്കിൽ തീർച്ചയായും നീ നശിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഫൗസ്റ്റീനയെ പ്രലോഭിപ്പിക്കുകയാണ്. എന്നിട്ട് അവരുടെ അടുത്ത് വരുന്ന പിശാച് പെട്ടെന്ന് തന്നെ ഒരു മാലാഖയായി രൂപാന്തരപ്പെടുന്നു. സത്യം തിരിച്ചറിയുന്ന വിശുദ്ധ ഫൗസ്റ്റീന ആ മാലാഖയെ നോക്കി കുരിശടയാളം വരയ്ക്കുമ്പോൾ ആ മാലാഖ അപ്രത്യക്ഷമായി എന്നാണ് വിശുദ്ധയുടെ ജീവചരിത്രകാരൻ എഴുതി വയ്ക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞതിന് കാരണം ഇതാണ്: ഇന്നും സാത്താൻ്റെ പ്രബലമായ പ്രവർത്തനങ്ങൾ ലോകത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിൽ വിശുദ്ധ മിഖായേൽ മാലാഖയോട് നമ്മൾ തീർച്ചയായും പ്രാർത്ഥിക്കും. നമുക്ക് വലിയൊരു അനുഗ്രഹമാണ്. കോട്ടപ്പുറം രൂപതയിലെ തന്നെ ഏക ദൈവാലയം, വരാപ്പുഴ രൂപതയിൽ ഒരു ദൈവാലയം ഉണ്ടെന്ന് തോന്നുന്നു, സെയിൻറ്റ് മൈക്കിൾസ് കാക്കനാട് ഉള്ള ദൈവാലയം. വിശുദ്ധൻ്റെ വലിയ മാധ്യസ്ഥ്യം തുളുമ്പി നിൽക്കുന്ന ദൈവാലയമാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ 18 വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ കൊച്ചച്ചനായി സേവനം ചെയ്യുന്നത്. ആ സമയത്ത് പലപ്പോഴും ആളുകൾ തൃശ്ശൂർ ഭാഗത്തു നിന്നും ചാലക്കുടി ഭാഗത്തു നിന്നുമെല്ലാം ഇവിടെ മാലാഖയുടെ കുർബാന ചൊല്ലിക്കാനും മാലാഖയുടെ മാധ്യസ്ഥ്യം തേടുവാനുമൊക്കെ എത്താറുണ്ട്. ഒരു പക്ഷേ വിശുദ്ധ മിഖായേൽ മാലാഖയുടെ ശക്തമായ മാധ്യസ്ഥ്യം കുടികൊള്ളുന്ന ഈ ദേവാലയത്തെ വളർത്താൻ നമ്മൾ ഇടവകാംഗങ്ങൾ എത്രമാത്രം പരിശ്രമിക്കുന്നു എന്നുള്ള
ഒരു ചോദ്യം കൂടെ ഈ തിരുനാളിൽ ചോദിക്കണം എന്നെനിക്ക് തോന്നുന്നു. വിശുദ്ധ മിഖായേൽ മാലാഖ ശക്തനായ മാലാഖയാണ്. ദൈവത്തിൻ്റെ മാലാഖമാരിൽ ഏറ്റവും ശക്തനാണ്. തിരുസഭയുടെ കാവൽക്കാരനാണ്. അതുപോലെ തന്നെ രോഗികളുടെയും നാവികരുടെയും പലവ്യഞ്ജന വ്യാപാരികളുടെയും ഒക്കെ മധ്യസ്ഥനാണ്. ഒരു പക്ഷേ നമ്മുടെ ഈ മാർക്കറ്റൊക്കെ അടുത്ത് കിടക്കുന്നു. അതിന് തീർച്ചയായൊരു നല്ലൊരു ബന്ധമുണ്ട് നമ്മുടെ ഇടവകയും മാർക്കറ്റും തമ്മിലൊക്കെ. കാരണം ചരിത്രം പറയുന്ന, ചരിത്രം പേറുന്ന, ഗതകാല സ്മൃതികൾ ഉണരുന്ന ഒരു വലിയ പാരമ്പര്യത്തിൻ്റെ ഉടമകളാണ് കോട്ടപ്പുറം ഇടവകയിലെ അംഗങ്ങൾ. തോമാസ് ശ്ലീഹ തുടങ്ങി വിശ്വാസ പാരമ്പര്യത്തിൻ്റെ ഒരുപാട് കണ്ണികൾ ഉൾച്ചേരുന്ന വലിയ ചരിത്ര പാരമ്പര്യങ്ങൾ ഉള്ള ഒരു മണ്ണിലും നാട്ടിലും പാരമ്പര്യത്തിലുമൊക്കെയാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഇടവകയുടെ ചരിത്രവും മുൻപ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. എന്തുകൊണ്ട് വിശുദ്ധ തോമാസ് ശ്ലീഹയുടെ നാമധേയത്തിലുണ്ടായിരുന്ന ഒരു പള്ളി വിശുദ്ധ മിഖായേൽ മാലാഖയുടെ പള്ളിയായി രൂപാന്തരപ്പെട്ടു? സ്പെയിനിൽ നിന്ന് ഇവിടേക്ക് സഞ്ചരിച്ച കർമ്മലീത്ത മിഷണറിമാർ ഇവിടെ സുരക്ഷിതമായി ഭാരതത്തിൻ്റെ, കേരളത്തിൻ്റെ മണ്ണിലിറങ്ങാൻ സാധിച്ചാൽ അവർ ഇറങ്ങുന്ന സ്ഥലത്ത് മാലാഖയുടെ നാമത്തിൽ, പ്രത്യേകിച്ച് നാവികരുടെ മധ്യസ്ഥനാണ് വിശുദ്ധ മിഖായേൽ മാലാഖ. അവർ സഞ്ചരിച്ച വിശുദ്ധ മിഖായേൽ മാലാഖയുടെ പേരുള്ള ആ കപ്പൽ ഇവിടെ അടുക്കുമ്പോൾ അത് അടുക്കുന്ന സ്ഥലത്ത് ഒരു ദൈവാലയം മാലാഖയുടെ പേരിൽ പണിയാമെന്ന് അവർ വിചാരിച്ചിരുന്നു. അങ്ങനെ സുരക്ഷിതമായി ഈ നാട്ടിലെത്തുകയും ഇവിടെയുണ്ടായിരുന്ന ജീർണിച്ച ദൈവാലയം പുനരുദ്ധരിച്ച് വിശുദ്ധ മിഖായേൽ മാലാഖയുടെ ദേവാലയമാക്കി മാറ്റി എന്നുള്ളതുമൊക്കെയാണ് പാരമ്പര്യവും ചരിത്രവുമൊക്കെ. അങ്ങനെയെങ്കിൽ വിശുദ്ധ മിഖായേൽ മാലാഖയുമായി ഇഴപിരിയാത്ത ഒരു അടുത്ത ബന്ധം ഈ നാടിനും ഇവിടുത്തെ ആളുകൾക്കും ഉണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. വിശുദ്ധ മിഖായേൽ മാലാഖയുടെ ശക്തമായ മാധ്യസ്ഥ്യം നമുക്ക് തേടാം. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ നടുവിൽ ഒരുപാട് വിശുദ്ധരുടെ മാധ്യസ്ഥ്യം പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ. അങ്ങനെയെങ്കിൽ ഏറ്റവും ശക്തനായ മാലാഖയായ വിശുദ്ധ മിഖായേൽ മാലാഖയുടെ മാധ്യസ്ഥ്യം നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ തീരത്ത്, പ്രലോഭനങ്ങളുടെ നടുവിൽ നമ്മൾ വീണുപോകുന്നു എന്നുള്ള നിമിഷങ്ങളിൽ ഇവിടെയൊക്കെ വിശുദ്ധ മിഖായേൽ മാലാഖയുടെ ശക്തമായ മാധ്യസ്ഥ്യം നേടാൻ നമുക്ക് കഴിയണം. കാരണം ജോൺ പോൾ രണ്ടാമൻ പാപ്പ പറഞ്ഞത് തന്നെയാണ് കാരണം. വിശുദ്ധ മിഖായേൽ മാലാഖ ഇന്നും ദൈവമേൽപ്പിച്ച വലിയ ദൗത്യം പിശാചിനെതിരെയുള്ള പോരാട്ടം തുടരുകയാണ്. ഇന്ന് പിശാച് ജീവിക്കുന്നു, അവൻ ശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെയൊക്കെ നമ്മുടെ മധ്യസ്ഥനായ വിശുദ്ധ മിഖായേൽ മാലാഖ നമുക്ക് വലിയ ശക്തിയായി മാറണം, വലിയ മധ്യസ്ഥനായി മാറണം, നമ്മൾ മുന്നോട്ട് നയിക്കുന്ന ചാലക ശക്തിയായി തീരണം. ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ വിശുദ്ധ മിഖായേൽ മാലാഖയോട് നമ്മൾ എത്രമാത്രം ഭക്തി കാണിക്കുന്നു, വിശുദ്ധനോടുള്ള ഭക്തി വളർത്താൻ നമ്മൾ എത്രമാത്രം പരിശ്രമിക്കുന്നു എന്നുള്ളൊരു ആത്മവിചിന്തനത്തോടുകൂടെ ഈ തിരുനാൾ ആഘോഷിക്കാൻ എനിക്ക് നിങ്ങൾക്കുമൊക്കെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രിയ സഹോദരരെ, യേശുവിൻ്റെ തിരുനാമത്തിൽ ഒന്നു ചേർന്നിരിക്കുന്ന നമുക്ക് അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ നൽകിയിട്ടുള്ള നിരവധിയായ നന്മകളെ അനുസ്മരിച്ചുകൊണ്ട് നമ്മുടെയും സമൂഹത്തിൻ്റെയും ആവശ്യങ്ങൾക്കായി ഇപ്പോൾ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയ്ക്കും മറ്റു മെത്രാന്മാർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ പത്രോസിൻ്റെ പിൻഗാമിയായി തിരഞ്ഞെടുത്തിട്ടുള്ള പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയെ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്താൽ തിരുസഭയെ നയിക്കുവാൻ വേണ്ട കൃപാവരം നൽകി അനുഗ്രഹിക്കുവാൻ വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈ ഇടവകയും തിരുനാൾ നടത്തുന്ന എല്ലാ പ്രസിദ്ധന്തിമാരെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിശുദ്ധ മിഖായേൽ മാലാഖയുടെ ഈ ദേവാലയത്തിലെ തിരുനാൾ സാഘോഷമായി കൊണ്ടാടുന്നതിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും, അതിന് നേതൃത്വം നൽകുന്ന പ്രസിദ്ധന്തിമാരെയും അവരുടെ കുടുംബങ്ങളെയും, ചെറുതും വലുതുമായ സേവനങ്ങൾ ചെയ്യുന്ന എല്ലാവരെയും
നമ്മളുടെ ഇടവകയും ഇടവകയെ നയിക്കുന്ന വികാരി അച്ഛനെയും കൊച്ചച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരവും വിശുദ്ധ മിഖായേൽ മാലാഖയുടെ സംരക്ഷണവും നൽകി എല്ലാവിധ അപകടങ്ങളിൽ നിന്ന് ആപത്തുകളിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടി വിശുദ്ധ മിഖായേൽ മാലാഖയോടും മറ്റു വിശുദ്ധരോടും മാധ്യസ്ഥം വഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഏറെ പ്രത്യേകിച്ച് കുടുംബവർഷമായി ആചരിക്കുന്ന ഈ ഒരു വർഷത്തിൽ എല്ലാ കുടുംബങ്ങളിലും സമാധാനവും സാമ്പത്തിക പുരോഗതിയും തിന്മയിൽ നിന്നുള്ള വിടുതലും ലഭിക്കുവാൻ വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ സമൂഹത്തെയും യുവതി യുവാക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സമൂഹത്തിൻ്റെ സുഗമമായ നടത്തിപ്പിന് യുവതി യുവാക്കൾ അവരുടെ ഭാവിയിൽ ഉതങ്ങുന്ന രീതിയിൽ നല്ലതുപോലെ പഠിച്ചു ഒരുങ്ങുവാനും നല്ല ജോലി ചെയ്ത് തിന്മയുടെ വഴിയിൽ നിന്ന് വിട്ട് ഉപേക്ഷിച്ച് വിശുദ്ധ മിഖായേൽ മാലാഖയുടെ മാധ്യസ്ഥാൽ എല്ലാവിധ തിന്മകളുടെയും കെട്ടുപാടുകളിൽ നിന്ന് വിടുതൽ ലഭിച്ചുകൊണ്ട് സമൂഹത്തിനും കുടുംബത്തിനും മാതൃകാപരമായ ജീവിതം നയിക്കുന്നതിന് വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ മൃതിയടഞ്ഞ എല്ലാ മാതാപിതാക്കന്മാരെയും സഹോദരി സഹോദരന്മാരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവമേ, അവർ ജീവിച്ചിരുന്നപ്പോൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ കൃപാവരങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. അവരുടെ ജീവിത സുഹൃതങ്ങളുടെ അടിസ്ഥാനത്തിൽ ദൈവത്തോടൊത്ത് മാലാഖമാരോട് ചേർന്ന് ദൈവത്തെ അനവരതം പാടി സ്തുതിക്കുവാനുള്ള കൃപാവരം നൽകണമേ എന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈ തിരുനാൾ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിച്ച് നമുക്ക് മൗനമായി പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഈ ഇടവകയുടെ മധ്യസ്ഥനായ വിശുദ്ധ മിഖായേൽ മാലാഖയുടെ തിരുനാൾ കൊണ്ടാടുന്ന ഈ വേളയിൽ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. അനുദിനം വിശുദ്ധിയിൽ വളരുവാനും ഞങ്ങൾ വിശ്വാസ ജീവിതത്തിൽ നേരിടുന്ന പൈശാചിക ശക്തികളെ അഭിമുഖീകരിക്കുവാനും വേണ്ട കൃപാവരം വിശുദ്ധ മിഖായേൽ മാലാഖയുടെ മാധ്യസ്ഥം വഴി ഞങ്ങൾക്ക് നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കാഴ്ചയർപ്പിക്കാൻ കൈകൂപ്പി നിൽപ്പൂ, കാണിക്കയായി എന്നെ കൈക്കൊള്ളുമോ? ബലിവേദിയൊരുങ്ങും ഈ സ്വർഗീയ നിമിഷം, ബലിവസ്തുവായി എന്നെ നൽകുന്നു നാഥ. സംപ്രീതനാകൂ, കാഴ്ചകളൊക്കെ സ്വീകരിക്കൂ. ഈ ബലിയിൽ സംപ്രീതനാകൂ, കാഴ്ചകളൊക്കെ സ്വീകരിക്കൂ. കാൽവരിയാഗം ഞാൻ ഓർത്തിടുന്നു, കൈകൂപ്പി തിരുമുൻപിൽ നിന്നിടുന്നു.
തകർന്ന മനസ്സിൻ നൊമ്പരമെല്ലാം നൈവേദ്യമായിന്നു തന്നിടുന്നു. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തിരുനാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, കേണപേക്ഷിച്ചുകൊണ്ട് ഈ സ്തോത്രബലി ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. മാലാഖമാര ശുശ്രൂഷയാൽ അങ്ങേ മഹിമാവിന്റെ സന്നിധിയിൽ സമർപ്പിക്കപ്പെടുന്ന ഈ ബലി പ്രീതിയോടെ സ്ഥിരീകരിക്കുകയും ഞങ്ങളുടെ രക്ഷയ്ക്ക് ഉപകരിക്കുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. സർവേശ്വര പരിശുദ്ധനാം ദൈവമേ, സർവശക്ത ജഗൽ പൂജിതനേ, ക്രിസ്തുനാഥൻ വഴിയെങ്ങും എന്നേരവും ഭക്തിയോടങ്ങേക്കു നന്ദി ചൊല്ലാം. ആയതു യുക്തവും രക്ഷയേകുന്നതും ന്യായവും തന്നെ ജഗൽ പിതാവേ. സ്വർഗത്തിൽ വാഴുന്ന മാലാഖമാരിലും മുഖ്യദൂതന്മാരുമായുള്ള ദൂതരിലും കത്തിജ്വലിക്കും നിന്നാത്മമഹത്വത്തെ ഉച്ചത്തിൽ ഘോഷണം ചെയ്തു ഞങ്ങൾ. താവക പ്രീതിക്കു വാചനമാകുമീ മാലാഖമാരെ വണങ്ങിടുന്നു. ധന്യമാം ജീവിതം മന്നിൽ നയിച്ചു നീ, മന്നിതിൽ മർത്യനു ദീപമായി. മേവിടും നിൻ മഹാകീർത്തിയെ വാഴ്ത്തുന്നു സ്നേഹസ്വരൂപനാം യേശുദേവാ. നിൻ മഹാപ്രീതിക്കു പാത്രമായി തീർന്നിടും മാലാഖവൃന്ദമാം വിശുദ്ധരെയും നിത്യം വണങ്ങി വാഴ്ത്തുമീ ഞങ്ങളെ. നിത്യവും ധന്യരായി തീർത്തിടണേ. ആകയാൽ ആമോദ വായ്പിലമരുമാ സ്വർഗീയ ഗായകർ മാലാഖമാർ ദിവ്യപ്രതാപവാൻ അങ്ങേക്കു നിത്യവും മംഗളം പാടി വണങ്ങിടുന്നു. ആ ദിവ്യഗാനത്തോടൊന്നിച്ചു ഞങ്ങളും ആലപിച്ചിടുന്നു താഴ്മയോടെ. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ.
മഹിമകളാൽ നിറഞ്ഞു വഹിയും മിന്നലവും നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു വഹിയും മിന്നലവും അത്യുന്നതങ്ങളിൽ ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം അത്യുന്നതങ്ങളിൽ ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കേണമേ. അങ്ങനെ ഞങ്ങൾക്കായിവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു കുടിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ.
വിശ്വാസത്തിന്റെ മഹാരഹസ്യം നമുക്കൊന്നു ചേർന്ന് പ്രഖ്യാപിക്കാം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പു ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോട് നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ് സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയേണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ മിഖായേൽ മാലാഖയോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും കർത്താവു നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന പ്രത്യാശയോടെ ആലപിക്കാം. സ്വർഗ്ഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗ്ഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടേണം. അന്നോ വേണ്ടുന്നോരാഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർ തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളും ഞങ്ങളെ മോചിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്നും മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു.
എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കും ശാന്തി നൽകണമേ. കർത്താവായ യേശു ക്രിസ്തുവേ, അങ്ങയുടെ തിരുശരീര രക്തങ്ങളുടെ സ്വീകരണം എനിക്ക് ശിക്ഷിക്കും വിധിക്കുന്ന നിത്യനാശത്തിന് കാരണമാകരുത്. പ്രത്യുത എൻ്റെ ആത്മശരീരങ്ങൾക്ക് സംരക്ഷണവും ദിവ്യാംശതുമായി ഭവിക്കുവാൻ കൃപകരുളേണമേ. ദൈവത്തിൻ കുഞ്ഞാടിതാ, ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിൻ ദിവ്യമാം ഈ വിരുന്നിൽ പങ്കുചേരുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവേ, അവിടുന്നിൻ ഭവനത്തിൽ വരുവാൻ യോഗ്യത എനിക്കില്ല. അവിടുന്ന് അരുൾ ചെയ്താൽ അതുമാത്രം മതി എൻ്റെ ആത്മാവ് സുഖമാകുവാൻ, ആത്മാവ് സുഖമാകുവാൻ. ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവും നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ അങ്ങ് എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുത്. ആമേൻ.
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ അപ്പത്താൽ പരിപോഷിതരായ അങ്ങയോട് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഈ ബോധനത്തിന്റെ ശക്തിയാൽ ബലം പ്രാപിച്ച് ഞങ്ങൾ അങ്ങേ മാലാഖമാരുടെ വിശ്വാസ സംരക്ഷണത്തിൽ രക്ഷാമാർഗത്തിലൂടെ സുധീരം മുന്നേറുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. സ്നേഹമുള്ളവരെ, നമ്മുടെ തിരുനാളിൻ്റെ 2-ാം ദിവസം സുന്ദരമായ ദൈവാനുഗ്രഹവും സുന്ദരമായ നിമിഷങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയാം. നമുക്കിന്ന് ദിവ്യബലിയിൽ മുഖ്യ കാർമ്മികനായിട്ട് ലഭിച്ചത് നമ്മളുടെ പ്രിയങ്കരനായ ജോസഫ് വളാട്ടുപുരം അച്ഛനാണ്. ഞാൻ അച്ഛനോട് ചോദിക്കുകയായിരുന്നു, അച്ഛൻ ഏത് വർഷമാണ് ഇവിടെ കൊച്ചച്ഛനായിട്ടുണ്ടായിരുന്നതെന്ന്. 1990 അച്ഛൻ ഇവിടെ കൊച്ചച്ഛനായിട്ടുണ്ടായത്. അപ്പോൾ ഞാൻ എൻ്റെ റീജൻസി കാലം നടത്തിക്കൊണ്ടിരിക്കുന്നു. റീജൻസി അല്ലെങ്കിൽ കഴിയാറായി. നമുക്കറിയാം, ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുവാനായിട്ട് വളരെ ഇഷ്ടമുള്ള അച്ഛനാണ് ജോസഫ് അച്ഛൻ. ഇപ്പോൾ നമ്മുടെ സെൻറ്റ് ജോർജ് ദേവാലയത്തിലെ മേത്തല സെൻറ്റ് ജോർജ് ദേവാലയത്തിൽ വികാരിയച്ഛനാണ്. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് എല്ലാം നന്നായിട്ട് ചെയ്യുന്ന ജോസഫ് അച്ഛൻ നമ്മുടെ ദിവ്യബലിയും തിരുക്കർമ്മങ്ങളെല്ലാം തന്നെ ഓരോ കാര്യവും വളരെ സ്നേഹപൂർവ്വം വീക്ഷിക്കുന്നുണ്ട്. ഇവിടെ കടന്നു വരുമ്പോൾ അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട്. അച്ഛന് ഇന്നത്തെ ദിവസം വളരെ സ്നേഹപൂർവ്വം നന്ദി പറയുകയാണ്. ദിവ്യബലിയിലൂടെ അച്ഛൻ പ്രാർത്ഥിക്കുകയും നമ്മെ ഓർമ്മപ്പെടുത്തിയത് ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് പാപം ഉണ്ടാവുക, തിന്മയുണ്ടാവുക. നമുക്കറിയാം, ആദ്യ പാപം എന്ന് പറയുന്നത് ദൈവം നൽകിയ സാമ്രാജ്യത്തിൽ നിന്നും മറ്റൊരു സാമ്രാജ്യം നേടുവാനായിട്ട് ആദത്തെയും ഹവ്വായെയും പിശാച് പരീക്ഷിച്ചപ്പോഴാണ്. നമുക്കെല്ലാവർക്കും കാവൽക്കാരനായിട്ട് വഴികാട്ടിയായിട്ട് മിഖായേൽ മാലാഖയുണ്ട്. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന, ദൈവത്തെപ്പോലെ ആരുണ്ടെന്ന് മനസ്സിലാക്കി തരുന്ന ആ വിശുദ്ധൻ്റെ മാധ്യസഹായം നമുക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മെ ഓരോരുത്തരെയും ദൈവസന്നിധിയിലേക്ക് ഉയർത്തിയ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു വന്ന നമ്മുടെ പ്രിയങ്കരനായ ജോസഫ് അച്ഛന് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ, നമ്മുടെ എല്ലാവരുടെയും പേരിൽ, ഏറെ പ്രത്യേകിച്ച് ക്രിസ്ത്യാനിമാരുടെയും ഇന്ന് ഈ ദിവ്യബലിയിൽ പങ്കുചേരുന്ന എല്ലാവരുടെയും, ഞങ്ങളുടെ പ്രത്യേകിച്ച് കൊച്ചച്ഛന്മാരുടെയും നമ്മുടെ എല്ലാവരുടെയും പേരിലുള്ള ഹൃദയപൂർവ്വമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ജോസഫ് അച്ഛൻ തുടങ്ങിയിടത്തും തന്നെയാണെന്ന് തോന്നുന്നു നമ്മുടെ റോബിനച്ഛനും തുടർന്നു കൊണ്ടുപോയത്. ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിക്കുവാനുള്ള പ്രേരണ സാത്താൻ നൽകുന്നുണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തൽ വിശുദ്ധരുടെ ജീവിതത്തിലൂടെ വരച്ച് കാണിക്കുകയായിരുന്നു. വിശുദ്ധ മരിയ വ്യാനി, വിശുദ്ധനായ വിശുദ്ധ ഫൗസ്തീന, വിശുദ്ധ അന്തോണീസ്, ഇവരുടെയൊക്കെ ജീവിതത്തിൽ ദൈവം കാണിച്ചു തരുന്ന വഴി ഇതാണ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നീങ്ങുവാനായിട്ട് ഉള്ള പ്രേരണ സാത്താൻ സജീവമായിട്ട് പ്രവർത്തിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇതുപോലെയുള്ള പ്രലോഭനങ്ങളും പ്രേരണകളും ഉണ്ടാകുമ്പോൾ ശക്തമായ മാധ്യസ്ഥം നൽകിക്കൊണ്ട് വിശുദ്ധ മിഖായേൽ മാലാഖ ഉണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തൽ, ചരിത്രത്തിൻ്റെ പാരമ്പര്യം പേറുന്ന വിശുദ്ധ തോമാസ് ശ്ലീഹ മുതലുള്ള മറ്റ് വിശുദ്ധരുടെ സഹവാസിത്വം ഉള്ള നമ്മുടെ ഇടവക സമൂഹത്തിന് എന്നും ദൈവത്തിൻ്റെ ഹിതം അറിയാനായിട്ട് വിശുദ്ധ മിഖായേൽ ഉണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തൽ നമ്മെ ശക്തിപ്പെടുത്തുകയായിരുന്നു. റോബിനച്ഛൻ ഇപ്പോഴും ഡോൺ ബോസ്കോ ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടറായിട്ട് സ്തുത്യർഹമായ സേവനം അനുഷ്ഠിക്കുകയാണ്. റോബിനച്ഛൻ എവിടെയായിരിക്കുന്നു അവിടെയൊക്കെ വലിയ നല്ല ഉൾക്കാഴ്ചയോടുകൂടി ഓരോ കാര്യം ചെയ്യുന്നുണ്ട്. അടുത്ത ദിവസമാണ് ഓക്സിജൻ്റെ ഒരു പ്ലാന്റ് സ്ഥാപിച്ചത്. അതിനു മുൻപ് ICU പുതുതായിട്ട്
അത് ക്രമപ്പെടുത്തി. അതുപോലെ ഓരോ രീതിയിലും രൂപതയ്ക്ക് വേണ്ടി തൻ്റെ ഹൃദയം മുഴുവൻ കൊടുക്കുന്ന, നമ്മെ ഒരുപാട് സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ റോബിനച്ഛന് പ്രസിഡന്റുമാരുടെയും നിങ്ങളുടെ ഓരോരുത്തരുടെയും എല്ലാവരുടെയും പേരിലുള്ള ഹൃദയപൂർവ്വമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. നാളെ നമുക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ബെന്നി വാഴക്കൂട്ടത്തിൽ അച്ഛനാണ്. നാളെ 6:30 ദിവ്യബലി. നമുക്ക് വേണ്ടി വചനം പങ്കുവയ്ക്കുന്നത് കിഡ്സിൻ്റെ ഡയറക്ടറായ പോൾ തോമസ് അച്ഛനാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ പറയുന്നതിന് മുൻപ്, ഇന്ന് വൈകിട്ട് ഇന്നത്തെ ദിവ്യബലിക്കും ലിറ്റനിക്ക് ശേഷം 8:30 മൈക്കിൾസ് ബാങ്ക്വറ്റ് തുടരുകയാണ്. നമ്മുടെ മക്കളുടെ എല്ലാവരുടെയും തന്നെ നല്ല പ്രോഗ്രാമുകൾ കാണുവാനായിട്ട് ഒരുപാട് പേർക്ക് സാധിച്ചു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം യൂട്യൂബിലൂടെ ഏകദേശം 1500ഓളം പേര് കണ്ടു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മളെല്ലാവരും വീണ്ടും അത് കാണുന്നുണ്ട്. കാരണം നല്ല പരിപാടികളാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് അതുപോലെ തന്നെ മികച്ച പരിപാടികളാണ് വരിക. നിങ്ങളെല്ലാവരെയും 8:30 ഈ കലാപരിപാടികൾ മൈക്കിൾസ് ബാങ്ക്വറ്റ് കാണുവാനായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം വാഹന പാർക്കിങ്ങിൻ്റെ കാര്യമാണ്. ഇപ്പോഴും നമുക്ക് ഇവിടെ കിഴക്ക് വശത്ത് പുറത്തെ പാച്ചിസ്, അവിടെ ഒരുപാട് സൗകര്യം പുറത്ത് ചെയ്തിട്ടുണ്ട്. ആയതിനാൽ വാഹനങ്ങളൊക്കെ ഒതുക്കി വയ്ക്കുക. നമ്മളകത്ത് വയ്ക്കുന്നവരും വളരെ സൂക്ഷിച്ച് തന്നെ ടൈൽസ് വിരിച്ചിരിക്കുന്നിടത്ത് നിന്നും വയ്ക്കാതെ പാർക്ക് ചെയ്യാനായിട്ട് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. വണ്ടി നല്ല രീതിയിൽ പാർക്ക് ചെയ്യണം, ക്രമപ്പെടുത്തി. അതുപോലെ ഗേറ്റിന് പുറത്ത് പാർക്ക് ചെയ്യാൻ പറ്റുന്നവർ അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യണമെന്നും, അല്ലെങ്കിൽ ഇവിടെ ഈ സൈഡിൽ പ്രത്യേകമായിട്ട് ഒരുക്കിയിട്ടുണ്ട്, അവിടെ പാർക്ക് ചെയ്യുവാനായിട്ട് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. തേങ്ങ വീഴുമെന്നൊന്നും പേടിക്കേണ്ട. കാരണം എല്ലാ മാസവും തെങ്ങ് കയറി അത് കൃത്യമായിട്ട് ആക്കുവാനായിട്ടുള്ള സജ്ജീകരണവും ചെയ്തിട്ടുണ്ട്. ആയതിനാൽ ധൈര്യപൂർവ്വം ആ സൈഡിൽ പാർക്ക് ചെയ്യാം. ഞാൻ ദിവ്യബലിക്ക് മുൻപേ സൂചിപ്പിച്ചിരുന്നത് പോലെ നമ്മുടെ പ്രിയങ്കരനായ ജോർജ് എലഞ്ഞിക്കലച്ചൻ്റെ മൃതസംസ്കാരം നാളെ രാവിലെ 10 മണിക്കാണ്. നമുക്കിന്ന് രാത്രി മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ പോയി പ്രാർത്ഥിക്കാനായിട്ട് സൗകര്യമുണ്ട്. നമ്മുടെ വികാരി ആയിരുന്നതുകൊണ്ട് സാധിക്കുന്നവരൊക്കെ ഇന്നും നാളെയൊക്കെ ആയിട്ട് പ്രാർത്ഥിക്കുവാനും അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു വീട്ടിൽ ചെന്ന് അദ്ദേഹത്തിന് വേണ്ടി അവസാന അന്ത്യ പ്രാർത്ഥന ചെയ്യണമെന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ശ്രദ്ധിക്കണം. കാരണം അവിടെ ഇപ്പോൾ പുല്ലൂറ്റ് ഏരിയ കണ്ടെയ്ൻമെൻറ്റ് സോണാണ്. അപ്പോൾ ആയതിനാൽ ശ്രദ്ധിച്ച് പോകണം. പക്ഷേ പ്രത്യേകമായിട്ട് നമ്മുടെ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുകൂടി വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ ദിവസം കൂടുതൽ ദൈവാനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദിവ്യബലിക്ക് ശേഷം ലിറ്റനി ഉണ്ടായിരിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഈ തിരുനാൾ അവസരത്തിൽ ഇവിടെ വരുവാനും നിങ്ങളോടൊത്ത് ഈ ബലി അർപ്പിക്കുവാനും അവസരം ലഭിച്ചതിൽ പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. അതിനെ എന്നെ ക്ഷണിച്ച ബഹുമാനപ്പെട്ട വികാരി അംബ്രോസ് അച്ഛനെയും സഹവികാരിമാരെയും പ്രസിഡന്റുമാരെയും പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. തിരുനാളിൻ്റെ മംഗളങ്ങൾ നിങ്ങൾക്ക് ഏവർക്കും സ്നേഹപൂർവ്വം നേരുന്നു. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. അനുഗ്രഹിക്കാൻ ക്രിസ്തു അനുഗ്രഹിക്കാൻ
ശ്രവിച്ചിടണേ. ഞങ്ങൾ തൻ പ്രാർത്ഥനകൾ ക്രിസ്തു കൈക്കൊള്ളണമേ. ഞങ്ങൾ തൻ പ്രാർത്ഥനകൾ സ്വർഗസ്ഥനായ താതാ ഞങ്ങളെ പാലിക്കണേ. രക്ഷക ദൈവസുതാ ഞങ്ങളെ പാലിക്കണേ. ദൈവമാം ശുദ്ധാരൂപീ ഞങ്ങളെ പാലിക്കണേ. ത്രിത്വൈക ദൈവമേ നീ ഞങ്ങളെ പാലിക്കണേ. പരിശുദ്ധയാം മറിയേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. യേശുവിൻ ദിവ്യമാതേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ദൈവപ്രസാദമാതേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ലംഘനഹീനമാതേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. മാലിന്യമുക്തമാതേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. സൽബുദ്ധി തന്റെ മാതേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. സൃഷ്ടിതാവിന്റെ മാതേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. സംപൂജ്യയായ കന്യേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. വിഖ്യാതയായ കന്യേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. വിശ്വസ്തയായ കന്യേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. നീതിതൻ ദർപ്പണമേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ആത്മീയ സമ്പാദ്രമേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. മാന്യത സമ്പാത്രമേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ദാവീദിൻ പ്രാകാരമേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ദന്തത്തിൻ പ്രാകാരമേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. സ്വർഗത്തിൻ ദൈവാദിലേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. പ്രഭാത നക്ഷത്രമേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. വ്യാകുലകാശ്വാസമേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ക്രൈസ്തവർ കാലംബമേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ദീർഘദർശികൾ രാജ്ഞി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. പ്രേഷിതന്മാർ തൻ രാജ്ഞി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. കന്യകമാർ തൻ രാജ്ഞി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. സർവവിശുദ്ധർ രാജ്ഞി
ദൈവത്തിൻ കുഞ്ഞാടായ കർത്താവേ ഞങ്ങളോട് നിത്യം ക്ഷമിക്കണമേ. ലോകപാപങ്ങൾ നീക്കും ദൈവത്തിൻ കുഞ്ഞാടായ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകപാപങ്ങൾ നീക്കും ദൈവത്തിൻ കുഞ്ഞാടായ കർത്താവേ ഞങ്ങളെ നീ നിത്യം അനുഗ്രഹിക്കാം. സ്വസ്തിരാജ്ഞി അനിവിന്നമ്മേ ജീവൻ മധുരം ശരണവുമേ ഹാവാതൻ ബഹിഷ്കൃത സുതരാമിവർ കരയുകയാണിത തവ സവിധേ സ്വസ്തിരാജ്ഞി കനിവിന്നമ്മേ ജീവൻ മധുരം ശരണവുമേ ആവാദൻ ബഹിഷ്കൃത സുതരാമിവർ കരയുകയാണിത തവ സവിധേ. കണ്ണീരിനുടെ താഴ്വരയിൽ ഏങ്ങിക്കേണിത വീർപ്പിടുന്നു കണ്ണീരിന്നോടെ താഴ്വരയിൽ ഏങ്ങിക്കേണിത വീർപ്പിടുന്നു. അതിനാൽ താവക കനിവിൻ കണ്ണിണ അടിയങ്ങളിലേക്കരുളണമേ അതിനാൽ താവക കനിവിൻ കണ്ണിണ അടിയങ്ങളിലേക്കരുളണമേ. സ്വസ്തിരാജ്ഞി കനിവിന്നമ്മേ ജീവൻ മധുരം ശരണവുമേ ആവാദൻ ബഹിഷ്കൃത സുതരാമിവർ കരയുകയാണിത തവ സവിധേ
പ്രവാസശേഷം കാട്ടുക നിൻ ഉദരത്തിൻ ഫലമീശോയേ. പ്രവാസശേഷം കാട്ടുക നിൻ ഉദരത്തിൻ ഫലമീശോയേ. വാത്സല്യം കൃപമാധുരി എന്നിവ നിറയും കന്യകമാമരിയേ. വാത്സല്യം കൃപമാധുരി എന്നിവ നിറയും കന്യകമാമരിയേ. സ്വസ്തിരാജ്ഞി കനിവിന്നമ്മി ജീവൻ മധുരം ശരണവുമേ. ആവാതൻ ബഹിഷ്കൃത സുതരാമിവ കരയുകയാണിത തവ സവിധേ. സ്വസ്തിരാജ്ഞി കനിവിന്നമ്മി ജീവൻ മധുരം ശരണവുമേ. ആവാതൻ ബഹിഷ്കൃത സുതരാമിവ കരയുകയാണിത തവ സവിധേ. സ്വസ്തിരാജ്ഞി കനിവിന്നമ്മി ജീവൻ മധുരം ശരണവുമേ. ആവാതൻ ബഹിഷ്കൃത സുതരാമിവർ കരയുകയാണിത തവ സവിധേ. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മീയവും ശാരീരികവുമായ എല്ലാ വരങ്ങളാലും പരിശുദ്ധ മറിയത്തെ അലങ്കരിച്ച ദൈവമേ, ആ കന്യകയുടെ യോഗ്യതകൾ പരിഗണിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ. നീതിമാനായ വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെയും സകല വിശുദ്ധരുടെയും സുഹൃതങ്ങളും പ്രാർത്ഥനകളും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. തിരുസഭയുടെ മേലധ്യക്ഷന്മാർ സംരക്ഷിക്കുകയും അവർക്ക് പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ വിശ്വാസത്തിൽ ഉറച്ചവരും സുഹൃതങ്ങളിൽ തീഷ്ണതയുള്ളവരുമാക്കി തീർക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ. ഏറെ പ്രത്യേകമായി തിരുസഭയുടെ അധിപനായ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും അവരുടെ സഹപ്രവർത്തകർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ തിരുനാളിന് കാരണഭൂതനായ വിശുദ്ധ മിഖായേൽ മാലാഖയുടെ സുഹൃതങ്ങളെ പ്രതി ആത്മീയവും ശാരീരികവുമായ എല്ലാ സഹായവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ തിരുനാൾ നടത്തുന്നവരെയും അവരുടെ സഹപ്രവർത്തകരെയും കുടുംബാംഗങ്ങളെയും ആശീർവദിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കരുണ നിറഞ്ഞവനെ താതാ അലിവു ചൊരിഞ്ഞിടണേ. പരമദയാനിധി കൃപയാൽ അരുളുമോ നീ ദാസനിലഭയം.
എന്റെ പ്രാർത്ഥന കേൾക്കണമേ, എന്റെ വേദന നീക്കണമേ. എന്റെ പ്രാർത്ഥന കേൾക്കണമേ, എന്റെ വേദന നീക്കണമേ. പാപവും രോഗവും കൈമുതലായി പാപി ഞാൻ അണയുന്നിതാ. ആധിയും വ്യാധിയും മനം നിറയെ കഥനങ്ങൾ പെരുകുന്നിതാ. എന്റെ വികാര വിചാര തലങ്ങൾ കനിവിൻ താതാ അറിയണമേ. ഞങ്ങൾക്കായി നീ എന്നും പ്രാർത്ഥിക്കണേ. വിശുദ്ധ മിഖായേലേ, വിശുദ്ധ മിഖായേലേ, നിന്റെ കാൽത്താരിൽ നിൽക്കുന്നിവർ കനിയേണമേ. വിശുദ്ധ മിഖായേലേ, വിശുദ്ധ മിഖായേലേ, നിന്റെ കാൽത്താരിൽ നിൽക്കുന്നിവർ കനിയേണമേ. കരുണ നിറഞ്ഞവനേ താതാ അലിവു ചൊരിഞ്ഞിടണേ. വേദന നീക്കണമേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ, എന്റെ വേദന നീക്കണമേ.